ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ ഒരു ചെടിയാണ് തുളസിച്ചെടി. നമ്മൾ പൂജകൾക്ക്, പ്രത്യേകിച്ച് മഹാവിഷ്ണുവിൻ്റെ പൂജകൾക്ക്, ശ്രീകൃഷ്ണ പൂജകൾക്ക് തുളസി ഇലകൾ നിർബന്ധമായി ഉപയോഗിക്കും. തുളസി ഇലകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഭഗവാന് സമർപ്പിക്കുന്ന പ്രസാദങ്ങൾ ഭഗവാൻ പൂർണ്ണ തൃപ്തിയോടുകൂടി സ്വീകരിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. ഭഗവാന്റെ പൂജകൾക്ക് നിർബന്ധമായും തുളസി ഇലകൾ ഉണ്ടാകണം എന്നുമാണ് വിശ്വാസം. എന്നാൽ ഈ തുളസി ഇലകള് ശൈവ പൂജയ്ക്കും വിഘ്നേശ്വര പൂജയ്ക്കും ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ് ശൈവ പൂജയ്ക്കും വിഘ്നേശ്വര പൂജയ്ക്കും തുളസി ഇലകൾ ഉപയോഗിക്കാത്തത്? ഇതിനെപ്പറ്റി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ശൈവപൂജയ്ക്ക്, ശിവപൂജയ്ക്ക് തുളസി ഇലകൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശംഖചൂഡൻ എന്ന അസുരനെയാണ് തുളസി ദേവി വിവാഹം കഴിച്ചത്. പിന്നീട് ശംഖചൂഡനെ ചതിയിൽ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് മഹാദേവൻ വധിച്ചത്. ആ സമയത്ത് ശംഖചൂഡന്റെ പത്നിയായ തുളസീദേവിക്ക് പാതിവൃത്യഭംഗമുണ്ടായി. പാതിവൃത്യഭംഗം ഉണ്ടായാൽ മാത്രമേ ശംഖചൂഡനെ വധിക്കുവാൻ പറ്റുകയുള്ളൂ എന്നാണ് വരം കിട്ടിയിരിക്കുന്നത്. ഇവിടെ തുളസീദേവിയുടെ പാതിവൃത്യത്തിന് ഭംഗമുണ്ടാക്കിയത് ആരാണ്? മഹാവിഷ്ണുവാണ്. ആ കഥ നമ്മൾ ശിവപുരാണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ആ കഥ വളരെ വിശദമായി തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തുളസീദേവിയുടെ പാതിവൃത്യത്തിന് ഭംഗമുണ്ടായതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് മഹേശ്വരൻ തുളസീദേവിയെ വധിച്ചത് എന്നുള്ള കഥയുമൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കഥയിലാണ് നമ്മൾ സാളഗ്രാമത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് മഹാവിഷ്ണു സാളഗ്രാമമായി മാറിയത് എന്നുള്ള കാര്യമൊക്കെയാണ് ആ ഒരു കഥയിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുളസീദേവിയെ മഹാവിഷ്ണു തുളസീദേവിയുടെ പാതിവൃത്യത്തിന് ഭംഗം ഉണ്ടാക്കുകയും ആ അവസരം നോക്കി ദേവിയുടെ ഭർത്താവായ ശംഖചൂഡനെ മഹേശ്വരൻ വധിക്കുകയും ചെയ്തു. ആ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി മേലാൽ തുളസി ഇലകൾ ശൈവ പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം അവിടെ ഉണ്ടായത്. പിന്നീട് ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ പ്രിയപത്നിയായി മഹാലക്ഷ്മിയായി തുളസീദേവി വരുന്നു. അത് ദ്വാപരയുഗത്തിൽ സംഭവിച്ച കാര്യമാണ്. അതായത് തുളസീദേവി എവിടെയാണ് താമസിക്കുന്നത്? ഗോലോകത്തിലാണ് താമസിക്കുന്നത്. ഗോലോകത്തിൽ താമസിക്കുന്ന തുളസീദേവിയുടെ അംശാവതാരമാണ് ഇവിടെ ഭൂമിയിൽ തുളസിയായി ജനിക്കുകയും ശംഖചൂഡനെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ആ തുളസീദേവിയുമായി ഭഗവാൻ ഒരുമിച്ച് കഴിഞ്ഞതും. കാരണം തുളസീദേവി യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ സ്വന്തമാണ്. അങ്ങനെ ഇവിടെ ഈ ജന്മത്തിൽ തൻ്റെ ഭർത്താവായ ശംഖചൂഡനെ മഹേശ്വരൻ വധിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ശിവപൂജയ്ക്ക് തുളസി ഇലകൾ ഉപയോഗിക്കാത്തത്. വിഘ്നേശ്വര പൂജയ്ക്കും തുളസി ചെടികൾ ഉപയോഗിക്കാറില്ല, തുളസി ഇലകൾ ഉപയോഗിക്കാറില്ല. അതിന് കാരണമായി പറയുന്നത്, തുളസീദേവി തനിക്ക് അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഗംഗാനദിയുടെ തീരത്ത് വിഘ്നേശ്വരൻ ഇരുന്ന് തപസ്സു ചെയ്യുന്നത് കണ്ടു എന്നാണ്. അതിസുന്ദരനായ വിഘ്നേശ്വരൻ വലിയ മാലകളൊക്കെ ധരിച്ച്, കണ്ടാൽ ആർക്കും മോഹം തോന്നുന്ന ഇത്ര സൗന്ദര്യമുള്ള ആ വിഘ്നേശ്വരൻ ഗംഗാനദിയുടെ തീരത്ത് ഒരു പാറപ്പുറത്തിരുന്ന് തപസ്സു ചെയ്യുന്നത് തുളസീദേവി കാണുന്നു. ആ സമയത്ത് തനിക്ക് അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ചു നടക്കുന്ന അവസരമായിരുന്നു. തുളസീദേവി വിഘ്നേശ്വരന്റെ അടുക്കൽ വന്നിട്ട് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു.
ഉടൻ തന്നെ വിഘ്നേശ്വരൻ അത് നിരസിക്കുന്നു. താൻ ബ്രഹ്മചാരിയാണ്, തനിക്ക് തുളസിയെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് വിഘ്നേശ്വരൻ തുളസി ദേവിയുടെ മുഖത്തു നോക്കി പറയുന്നു. ദേവിക്ക് അത് വളരെ അപമാനമായിട്ടാണ് തോന്നിയത്. ദേവി വിഘ്നേശ്വരനെ ശപിക്കുന്നു. ബ്രഹ്മചാരി എന്ന് പറഞ്ഞ് തന്നെ അവഗണിച്ച വിഘ്നേശ്വരൻ 2 വിവാഹം കഴിക്കട്ടെ എന്നാണ് ശപിച്ചത്. അതായത് തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണ് എന്ന് തുളസിക്ക് തോന്നി. അതുകൊണ്ടാണ് ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞ് തന്നെ അവഗണിച്ച വിഘ്നേശ്വരന് 2 വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ എന്ന ഒരു ശാപം ദേവി കൊടുത്തത്. ഇത് കേട്ടതും വിഘ്നേശ്വരന് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. വിഘ്നേശ്വരൻ തിരിച്ച് തുളസിയെ ശപിക്കുന്നു. നിനക്ക് ഭർത്താവായി ഒരു അസുരൻ ഉണ്ടാകട്ടെ എന്നാണ് ശപിച്ചത്. അതായത് ഒരു അസുരനെ നിനക്ക് വിവാഹം കഴിക്കാൻ ഇടവരട്ടെ എന്ന ഒരു ശാപം വിഘ്നേശ്വരൻ തുളസിക്ക് കൊടുക്കുന്നു. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് ശംഖചൂഡൻ എന്ന അസുരനെ തുളസിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. ഈ ശാപം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് തുളസിക്ക് താൻ ചെയ്ത ആ ഒരു തെറ്റിനെ പറ്റി ബോധ്യമുണ്ടാകുന്നത്. വിഘ്നേശ്വരന്റെ കാൽക്കൽ വീണ് ക്ഷമയൊക്കെ യാചിക്കുന്നുണ്ട്. പക്ഷെ വിഘ്നേശ്വരൻ ശപിച്ചുപോയി. അതുകൊണ്ട് വിഘ്നേശ്വരൻ പറയുന്നുണ്ട്, എൻ്റെ പൂജയ്ക്ക് ഇനി യാതൊരു കാരണവശാലും തുളസി ഇലകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉപയോഗിച്ചാൽ ആ പൂജ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് വിഘ്നേശ്വരൻ കൃത്യമായി അവിടെ പറയുന്നു. പിന്നെയും ക്ഷമ യാചിക്കുന്നു ദേവി. ആ സമയത്ത് കരുണാമയനായ വിഘ്നേശ്വരൻ ക്ഷമിക്കുന്നു. എന്നിട്ട് പറയുന്നു, സാരമില്ല, വിഷമിക്കണ്ട, എൻ്റെ പൂജകൾക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദ്വാപരയുഗത്തിൽ അവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി തീരുമെന്നും മഹാവിഷ്ണുവിൻ്റെ എല്ലാ പൂജകൾക്കും തുളസി ഏറ്റവും അവിഭാജ്യ ഘടകമായി തീരുമെന്നും, അതായത് വിഷ്ണു പൂജയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുഷ്പമായി തുളസി മാറുമെന്നും, കലിയുഗത്തിൽ തുളസി ഇലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകുമെന്നും, തുളസി ദേവിയുടെ പ്രാധാന്യം, മഹത്വം കലിയുഗത്തിൽ വർദ്ധിക്കുമെന്നും, മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരിയായി മാറുമെന്നും വിഘ്നേശ്വരൻ തുളസി ദേവിയെ അനുഗ്രഹിക്കുന്നു. അപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ പൂജകൾക്ക് പക്ഷേ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് വിഘ്നേശ്വരൻ കൊടുക്കുന്ന ശാപവും അനുഗ്രഹവും. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് വിഘ്നേശ്വര പൂജകൾക്ക് തുളസി ഇലകൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ ആ ഒരു ശംഖചൂഡ വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ശൈവ പൂജയ്ക്കും തുളസി ഇലകൾ ഉപയോഗിക്കാത്തത്. ധാരാളം ആളുകൾ എന്തുകൊണ്ടാണ് വിഘ്നേശ്വര പൂജയ്ക്കും ശിവപൂജയ്ക്കും ഒന്നും തുളസി ഇലകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. എല്ലാവർക്കും ശിവപുരാണത്തിലെ ഈ ഒരു കഥ, ഈ 2 കഥകളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് മഹാവിഷ്ണു സാളഗ്രാമമായി മാറിയത് എന്നുള്ള കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥയിൽ ഈ തുളസി ദേവിയുടെ പാതിവൃത്യ ഭംഗവും ഭർത്താവിൻ്റെ മരണവും ഒക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്ത എല്ലാവരും ആ കഥ കൂടി ഒന്ന് കേൾക്കുക. ആ കഥയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.